1978 കാലഘട്ടം. തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള മുടവൻമുകൾ എന്ന സ്ഥലത്തെ 5 ചെറുപ്പക്കാർ ചേർന്ന് ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. അശോക് കുമാർ, സുരേഷ് കുമാർ, മോഹൻലാൽ, പ്രിയദർശൻ, മണിയംപിള്ള രാജു എന്നിവരായിരുന്നു 18 വയസ്സ് തികയാത്ത ആ 5 ചെറുപ്പക്കാർ. ഭാരത് സിനി ഗ്രൂപ്പ് എന്ന പേരിൽ അവർ തിരുനോട്ടം എന്ന സിനിമ എടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ തയ്യാറാക്കിയതിനു ശേഷം സംവിധായകനായി അശോക് കുമാറിനെയും സഹസംവിധായകനായി പ്രിയദർശനെയും അവർ തീരുമാനിക്കുന്നു. അങ്ങനെ നിരവധി സിനിമകളിൽ നിരാശാകാമുകനായി അഭിനയിച്ച രവികുമാർ എന്ന നടനെ പോയിട്ട് അവർ കാണുന്നു. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ സിനിമ പൂർത്തിയാക്കുന്നു. അക്കാലത്ത് നായിക നടിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന രേണു ചന്ദ്രയെ നായികയായി തീരുമാനിക്കുന്നു. മോഹൻലാൽ ആ സിനിമയിൽ കുട്ടപ്പൻ എന്ന ബുദ്ധിമാന്യമുള്ള കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു. ഏറെ പ്രതിസന്ധികൾക്കിടയിൽ അവർ തിരുനോട്ടം പൂർത്തിയാക്കുന്നു. പക്ഷേ സെൻസറിംഗ് കാരണങ്ങളാൽ സിനിമ തിയേറ്ററിലെത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ അവർ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. അവർ കൊല്ലത്തെ കൃഷ്ണ തിയേറ്റർ വാടകയ്ക്കെടുത്ത് ഒരു ഷോ ആ തിയേറ്ററിൽ ഓടിച്ചു. അങ്ങനെ ആ ഒരു ഷോ കൊണ്ട് മാത്രം മോഹൻലാൽ ആദ്യമായി നടനായി ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിച്ച തിരനോട്ടം എന്ന സിനിമയുടെ ഷോ അവസാനിച്ചു. നവോദയ സ്റ്റുഡിയോയിൽ നടക്കുന്ന കഥാചർച്ചകളുടെ ക്രിയേറ്റീവ് ടീമിലെ അംഗമായിരുന്ന ഫാസിലിന്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച നവോദയ അപ്പച്ചൻ പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി ഒരു തിരക്കഥ തയ്യാറാക്കാൻ ഫാസിലിനോട് ആവശ്യപ്പെടുന്നു. ഫാസിലാവട്ടെ കൊടൈക്കനാലിന്റെ പശ്ചാത്തലത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പേരിട്ട ഒരു തിരക്കഥ തയ്യാറാക്കി ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ താരത്തെ അല്ലെങ്കിൽ പുതുമുഖ നടനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പത്രപരസ്യം വരുന്നത്. ഈ പരസ്യം കണ്ടുകൊണ്ടാണ് മോഹൻലാലിൻ്റെ സുഹൃത്തായിട്ടുള്ള സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് മോഹൻലാലിൻ്റെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുക്കുന്നത്. ഓഡിഷന് വേണ്ടി തങ്ങളുടെ മുമ്പിലെത്തിയ സുമുഖനായ മോഹൻലാലിനോട് സംവിധായകൻ ആവശ്യപ്പെടുന്നു അന്നത്തെ കാലത്ത് തമിഴ് സിനിമയിൽ സൂപ്പർ താരമായി ഉദയം ചെയ്തിരുന്ന രജനീകാന്തിനെ അദ്ദേഹത്തിൻ്റെ മനസ്സും അഭിനയിച്ച് കാണിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നു. ആ സമയം മോഹൻലാൽ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സാർ എനിക്ക് രജനീകാന്തിനെ അനുകരിക്കാനൊന്നും അറിയില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് ഭാഗത്തിലുള്ള രംഗങ്ങൾ അവതരിപ്പിച്ച് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അഭിനയിച്ച് കാണിക്കുന്നു. ഇതിന് മാർക്കിട്ട സിബിമലയിൽ മോഹൻലാലിന് മാർക്കിട്ടത് 5 മാർക്കാണ്. ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച മോഹൻലാലിന് ഫാസിൽ 95 മാർക്ക് നൽകിയപ്പോൾ നിർമ്മാതാവ് ജിജോ നൽകിയത് 97 മാർക്കാണ്. വേറെ അറിയാത്ത ആ സംവിധായകൻ നൽകിയതാവട്ടെ 7 മാർക്കും. പക്ഷേ നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും വലിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മോഹൻലാലിനെ തിരഞ്ഞെടുക്കുന്നു. അന്ന് വരെയുണ്ടായിരുന്ന മുഴുവൻ സിനിമാ സങ്കല്പങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 7 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ സിനിമ 1 കോടിയിലേറെ രൂപ നേടി എന്നുള്ളതാണ് അന്നത്തെ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാള പ്രേക്ഷകരുടെ മനം കീഴടക്കിയ മോഹൻലാൽ പിന്നീട് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറും നിരവധി ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും ഒക്കെ നേടിയ വലിയ ഒരു താരമായി മാറി എന്നുള്ളത് കൂടിയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പ്രത്യേകത. അങ്ങനെ മലയാളക്കരയാകെ നിറഞ്ഞോടിയ മലയാളികളുടെ മോഹൻലാലിനെയും ശങ്കറിനെയും പൂർണിമ ജയറാമിനെയും ഒക്കെ തിരശ്ശീലയ്ക്ക് സമ്മാനിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ റിലീസായത് 1980 ഡിസംബർ 25-ാം തീയതിയാണ്.